പാക് നഗരമായ ലാഹോറിൽ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ട് വരുന്നു. വാൾട്ടൺ വിമാനത്താവളത്തിന് സമീപത്താണ് ഇന്ന് പുലർച്ചെ സ്ഫോടനം ഉണ്ടായത്. 3 സ്ഥലങ്ങളിൽ സ്ഫോടനം ഉണ്ടായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിമാനത്താവളത്തിൽ നിന്ന് സൈറണുകൾ മുഴങ്ങി ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്നാണ് പോലീസിന്റെ വിവരം. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്ത് ടൈപ്പ് സ്ഫോടനമാണ് അവിടെ നടന്നിരിക്കുന്നത്? എസ്കെൻ, ഏത് ബോംബാണ് ഉപയോഗിച്ചത് എന്നതിനെ കുറിച്ചൊന്നും തന്നെ ഇപ്പോഴും കൃത്യമായൊരു വ്യക്തതയില്ല. ആളുകൾ പെട്ടെന്ന് ഇന്ന് രാവിലെ ഇപ്പോൾ ലാഹോറിനടുത്ത് ഏതാണ്ട് 10 കിലോമീറ്ററെങ്കിലും ദൂരമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. വാൾട്ടൺ എയർഫീൽഡ്, അവിടെ സൈനിക ആവശ്യങ്ങൾക്കും പൈലറ്റുമാരുടെ പരിശീലനത്തിനും മറ്റും ഉപയോഗിക്കുന്ന എയർഫീൽഡാണ്. അതിനടുത്താണ് ഈ സ്ഫോടനം പെട്ടെന്ന് രാവിലെ ഉണ്ടാവുന്നത്. വലിയ ശബ്ദത്തോടെ 3 തവണ സ്ഫോടനമുണ്ടായി. തീയും പുകയും ഒക്കെ വലിയ തോതിൽ ഉണ്ടായി. ആളുകൾ പരിഭ്രാന്തരായി ചിതറി ഓടി എന്നതാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾക്ക് നൽകിയ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വ്യക്തത പോലും ആളുകൾക്ക് കിട്ടിയില്ല. ഉഗ്ര സ്ഫോടനം നടന്നു എന്നത് മാത്രമാണ് അറിയുന്നത്. ഇപ്പോഴേതായാലും ആ മേഖലയാകെ ഇപ്പോൾ സീൽ ചെയ്തിട്ടുണ്ട്. ഈ ലാഹോർ പോലീസ് എത്തി അവിടേക്ക് ആളുകളെ ഒന്നും തന്നെ പ്രവേശിപ്പിക്കാതെ അവിടെ സീൽ ചെയ്തു. ഇപ്പോൾ ബോംബ് സ്ക്വാഡും ഒപ്പം തന്നെ ഫോറൻസിക് സംഘവും അവിടെ എത്തി പരിശോധന നടത്തുന്നു എന്നതാണ് പാക് മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എങ്ങനെ ഒരു സ്ഫോടനം നടന്നു എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. അപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ലാഹോർ പോലീസ് പറഞ്ഞു എന്ന മട്ടിൽ കേൾക്കുന്നത് ഒരു ഡ്രോൺ ആക്രമണം പോലെയാണ് അവർ അതിനെ കാണുന്നത്. ഒരു ഡ്രോൺ എത്തി 5-6 അടി എങ്കിലും വലുപ്പമുള്ള തരത്തിലൊരു വലിയ ഡ്രോൺ, അതിനെ പുറത്തു നിന്ന് നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഡ്രോൺ എത്തി അവിടെ ആക്രമണം നടത്തി. ഈ ഡ്രോണിനെ ഞങ്ങൾ വെടിവെച്ചിട്ടു എന്നും ലാഹോർ പോലീസ് പറഞ്ഞതായി ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഔദ്യോഗികമായി പാകിസ്ഥാൻ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. മാത്രമല്ല, ഈ ഗോപാൽ നഗർ, നസീറാബാദ് എന്നൊക്കെ പറയുന്ന ഈ വാൾട്ടൺ എയർഫീൽഡ് തൊട്ടടുത്തുള്ള ഈ മേഖല, ഇവിടെ വലിയ തോതിൽ ജനവാസമുള്ളതാണ്. നിരവധി ആളുകൾ പല ആവശ്യങ്ങൾക്കുമായി അവിടെ കഴിയുന്ന ഒരു ഇടമാണ്. അവിടെയാണ് ഈ തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത്. അതുകൊണ്ട് ആളപായം ഉണ്ടായിട്ടുണ്ടോ, ആർക്കെങ്കിലും പരിക്കേറ്റുണ്ടോ, ജീവഹാനി ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല. ഇനിയൊരു ഡ്രോൺ എന്ന് പറയുമ്പോൾ പോലും അത് ആരയച്ചു എന്ന കാര്യത്തിലും ഒരു വ്യക്തതയോ സ്ഥിരീകരണമോ ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. ഒരു പാനിക് സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ ആ മേഖലയിലുണ്ട് എന്നത് മാത്രമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പാകിസ്ഥാൻ ആയതുകൊണ്ട് അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ ആക്രമണം നടത്തിയതുകൊണ്ട് അതിൻ്റെ ഒരു തുടർ ആക്രമണം എന്ന നിലയ്ക്ക് അവർ ഒരുപക്ഷെ വ്യാഖ്യാനം നൽകിയേക്കാം. പക്ഷേ നമുക്കറിയാവുന്നിടത്തോളം പാകിസ്ഥാനിൽ പലപ്പോഴും ഭീകരവാദി ആക്രമണങ്ങൾ നിരവധി ഉണ്ടാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവർ തന്നെ പാലൂട്ടി വളർത്തുന്ന, അവർ തന്നെ നോക്കി സംരക്ഷണം ഒരുക്കുന്ന ഭീകരവാദികൾ പലപ്പോഴും ആ നഗരത്തിൽ തന്നെ, പാകിസ്ഥാനിലെ നഗരങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. നമുക്ക് ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന് നേരെ ഉണ്ടായ ആക്രമണം അടക്കം നമ്മുടെ ഓർമ്മയിൽ നിരവധി സംഭവങ്ങൾ അത്തരത്തിലുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ ഏതെങ്കിലും ആക്രമണം ഉണ്ടായതാണോ എന്നതിനെ കുറിച്ചൊന്നും തന്നെ വ്യക്തതയില്ല. ഇനി BLA പ്രവർത്തകർ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും പാകിസ്ഥാനെതിരെ ഗൗരവത്തോടെ വലിയ ആക്രമണം നടത്തുന്നുണ്ട്. നമ്മൾ രാവിലെ അത്തരമൊരു ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതാണ്. 12 പാകിസ്ഥാൻ സൈനികർ ഛിന്ന ഭിന്നമായി പോയ ആ കാഴ്ച, പാകിസ്ഥാൻ്റെ വാഹനം, സൈനിക വാഹനം, ഒരു IED, അത് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള റിമോട്ട് കൺട്രോൾ IED ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനം, ഒരു നിമിഷം കൊണ്ട് ആ വാഹനം അപ്പാടെ ചിതറിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ തരത്തിൽ കൂടി പാകിസ്ഥാന് ഭീഷണികൾ ഉണ്ട്. അതുകൊണ്ട് ഇത് ആര് നടത്തിയത്, എങ്ങനെ നടത്തിയത്, എങ്ങനെ പൊട്ടിത്തെറിച്ചു എന്ന കാര്യത്തിലൊന്നും തന്നെ ഈ ഘട്ടത്തിൽ ഒരു വ്യക്തതയോ സ്ഥിരീകരണമില്ല. പല സാധ്യതകൾ മാത്രമേ മുന്നിൽ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. ഏതായാലും പോലീസ് ഇപ്പോൾ അവിടെ സീൽ ചെയ്ത് ആ മേഖലയിലേക്ക് ആളുകളെ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. ഈ അപകടം, ഈ സ്ഫോടനം കണ്ട സമയത്തെ ദൃക്സാക്ഷികളുടെ പ്രതികരണം മാത്രമേ നമ്മുടെ മുന്നിൽ ഔദ്യോഗികമായെങ്കിലും നമുക്ക് ചില സ്ഥിരീകരണം നൽകാൻ കഴിയുന്ന തരത്തിലുള്ളൂ. അതിലവർ പറയുന്നത് ഉഗ്ര സ്ഫോടനം നടന്നു, 2-3 തവണയെങ്കിലും സ്ഫോടനം നടന്നിട്ടുണ്ട്, സൈറൻ അവിടെ മുഴങ്ങി, ആളുകൾ ചിതറി, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിതറി ഓടി എന്നതാണ്. സ്ഫോടനത്തിന് പിന്നാലെ വലിയ തീയും പുകയും വലിയ തോതിൽ ഉണ്ടായി. ആകാശമാകെ പുക കൊണ്ട് നിറയുന്ന തരത്തിലായിരുന്നു എന്നതാണ് ഈ ദൃക്സാക്ഷി പറയുന്നത്. റോയിട്ടേഴ്സിലടക്കം, വാർത്താ ഏജൻസിയിലടക്കം ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ഇനിയിപ്പോൾ വരേണ്ടതുണ്ട്. ആര് ഈ ആക്രമണം നടത്തി, ഇതൊരു ആക്രമണമാണെങ്കിൽ ആര് നടത്തി, ഇനി അതെല്ലാം മറ്റേതെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായതാണെങ്കിൽ അത് എങ്ങനെ എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. എന്ത് സ്ഫോടക വസ്തു ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ഏതായാലും രാവിലെ ഇത് കാര്യമായി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഈ സംഭവം, ഈ സ്ഫോടനത്തെക്കുറിച്ച് വലിയ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. ലാഹോർ എന്നത് തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ്. ലാഹോർ വിമാനത്താവളവും സിയാൽകോട്ട് വിമാനത്താവളവും അടക്കമുള്ള പാകിസ്ഥാനിലെ ഏതാണ്ട് എല്ലാ വിമാനത്താവളങ്ങളും 48 മണിക്കൂർ നേരത്തേക്ക് അടച്ചിടുകയും വ്യോമപാത പൂർണ്ണമായി അടയ്ക്കുകയും ചെയ്തിരുന്നു. SKN.
ബി ദിലീപ് കുമാറാണ് ശ്രീനാഥ് ചന്ദ്രനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മുടെ യുദ്ധകാര്യ നിരീക്ഷകൻ ബി ദിലീപ് കുമാർ കൂടി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സ് എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് വന്നിരിക്കുന്നത്? ലാഹോറിലെ സ്ഫോടനവുമായിട്ട് പ്രതി ഡ്രോൺ ആക്രമണമാണ് ഇതുവരെ എന്നുള്ള നിരീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? SKN ഓപ്പറേഷൻ സിന്ദൂറിന്റെ നടുക്കത്തിന്റെ തൊട്ടടുത്ത ദിവസം പാകിസ്ഥാൻ ഉണരുന്നത് വീണ്ടും തിരിച്ചടികളുടെ വാർത്തകൾ കേട്ടുകൊണ്ടാണ്. അതിൽ ബലൂചിസ്ഥാനിൽ 12 സൈനികർ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ വിദൂര നിയന്ത്രിത സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നു. ലാഹോറിന് സമീപം സൈനിക വിമാനത്താവളമായ വാൾട്ടൺ എയർഫീൽഡിന് സമീപം അത്യുഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ട് സ്ഫോടന പരമ്പരകൾ നടന്നിരിക്കുന്നു എന്നതാണ്. 3 തുടർച്ചയായ സ്ഫോടനങ്ങളാണ് ഈ പ്രദേശത്തുണ്ടായതെന്നാണ് ജനങ്ങൾ പറയുന്നത്. പരിഭ്രാന്തരായി ജനങ്ങൾ അവിടെ നിന്ന് ചിതറി ഓടുന്ന കാഴ്ച ദൃശ്യങ്ങളിലുണ്ട്. വലിയ പുക സ്ഫോടനങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഈ സ്ഥലത്ത് ഉയരുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പാക് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പാക് മാധ്യമങ്ങൾക്ക് പുറമെ റോയിട്ടേഴ്സ് എന്ന രാജ്യാന്തര വാർത്താ ഏജൻസിയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾട്ടൺ എയർഫീൽഡ് എന്ന് പറയുന്നത് ലാഹോറിന് 25 കിലോമീറ്റർ അകലെയാണ്. ലാഹോർ വിമാനത്താവളത്തിന് അവിടെയാണ് അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഈ വാൾട്ടൺ എയർഫീൽഡ്. അവിടെ അതിനു സമീപം വാൾട്ടൺ റോഡിലാണ് സമ്പന്നർ അധിവസിക്കുന്ന ഒരു മേഖലയാണ് ഇവിടം. അവിടെയാണ് ഈ സ്ഫോടന പരമ്പര തുടർച്ചയായ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. രാവിലെ തന്നെ 3 സ്ഫോടനങ്ങളാണ് അവിടെയുള്ള ജനങ്ങൾ കേട്ടത്. അവർ പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങി ഓടി. പോലീസും ഫയർഫോഴ്സും ഒക്കെ ഉടൻ തന്നെ എത്തി. ഈ പ്രദേശമാകെ ഇപ്പോൾ സീൽ ചെയ്തിരിക്കുകയാണ്. അവിടെ പരിശോധനകൾ നടക്കുകയാണ്. പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു 5-6 അടി പൊക്കമുള്ള ഒരു ഡ്രോൺ വെടിവെച്ചിട്ടു എന്നാണ്. അത് വിദൂര നിയന്ത്രിത ഡ്രോണാണ് എന്ന കാര്യവും ഈ പാക് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒന്നും തന്നെ പാകിസ്ഥാൻ്റെതായി ഒരു പ്രതികരണം വന്നിട്ടില്ല. ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. സ്ഫോടനത്തിന് പിന്നിൽ ആരാണ് എന്ന കാര്യവും വ്യക്തമല്ല. സ്ഫോടനത്തിൽ ആളപായമുണ്ടോ എന്ന കാര്യവും അറിവായിട്ടില്ല. സ്ഫോടനത്തിൽ നാശനഷ്ടങ്ങൾ എത്രയെന്നും തിട്ടപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ പാക് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളാണ്, പാക് മാധ്യമങ്ങളും റോയിട്ടേഴ്സും നൽകിയിട്ടുള്ള വിവരങ്ങളാണ്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് തുടർച്ചയായ 2ാം ദിനവും അവർ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാവിലെ ബലൂചിസ്ഥാനിൽ 12 പാക് സൈനികർ കൊല്ലപ്പെട്ടെന്ന വാർത്ത വരുന്നതും അതിനു പിന്നാലെ ഇപ്പോൾ ലാഹോറിന് സമീപം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിമാനത്താവളമായ വാൾട്ടൺ എയർഫീൽഡിന് സമീപം നടന്നിട്ടുള്ള സ്ഫോടന പരമ്പരകളും. SKN